നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖമേനിയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതുമാത്രമാണ്: മുജ്തബ ഖമേനി എവിടെ? ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത ആത്മീയ നേതാവും അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയുമാണ് മുജ്തബ ഖമേനി. മുജ്തബ ഖമേനി എന്തുകൊണ്ടാണ് സ്വന്തം പിതാവിൻ്റെ അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാത്തത്? സുരക്ഷാപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം പങ്കെടുക്കാത്തത് എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് മുജ്തബ ഖമേനിയുടെ ഒരു വമ്പൻ കട്ടൗട്ട് മാത്രമാണ്. കാർബോർഡ് മുജ്തബ മാത്രമാണ് ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുജ്തബ ഖമേനി ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത്? ആ ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത്. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ഈ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ മുജ്തബയുടെ ഈ ഒളിയിടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? സംസ്കാര ചടങ്ങുകൾ അവസാനിച്ച ഉടൻ തന്നെ മുജ്തബ ഖമേനിയെ ഇസ്രായേലും അമേരിക്കയും കൂടി തീർക്കുമോ? ഇതൊക്കെയാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് മുജ്തബ ഖമേനി സ്വന്തം പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഈ അയത്തുള്ള ഖമേനിയുടെ മൃതദേഹമടങ്ങിയ പെട്ടി കാണാൻ വേണ്ടി ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംസ്കാര ചടങ്ങുകൾക്ക് അവസാനമുണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി മുജ്തബ ഖമേനിയെ ഈ പറയുന്ന പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത് മുതൽ തന്നെ ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം വെളിച്ചത്ത് വരാറില്ല. അദ്ദേഹം ഒരു വീഡിയോ സന്ദേശം പോലും അയക്കാറില്ല. അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം പോലും ആർക്കും അയക്കാറില്ല. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിട്ടുമില്ല. യഥാർത്ഥത്തിൽ മുജ്തബ ഖമേനി മരിച്ചു എന്നാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക തീരുമാനിച്ചിരുന്നത്, അമേരിക്ക വിലയിരുത്തിയിരുന്നത്. കാരണം ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ അയത്തുള്ള ഖമേനിയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരും അയത്തുള്ള ഖമേനിയുടെ ചില കുടുംബാംഗങ്ങളുമെല്ലാം കൊല്ലപ്പെട്ടിരുന്നു. ഇക്കൂട്ടത്തിൽ മുജ്തബ ഖമേനിയും ഉണ്ട് എന്നാണ് അമേരിക്ക വിലയിരുത്തിയത്. എന്നാൽ ഇറാൻ അത് നിഷേധിച്ചു. മുജ്തബ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. അദ്ദേഹം പരിക്കേറ്റ് ഒളിവിൽ കഴിയുകയാണെന്നും ചികിത്സയിൽ കഴിയുകയാണെന്നും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുണ്ടെന്നുമാണ് പിന്നീട് വന്ന വാർത്ത. എന്നാൽ ഈ സമാധാന ഉടമ്പടി ഒപ്പിട്ടതിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം മുജ്തബ ഖമേനി രംഗത്ത് വരും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അദ്ദേഹം വന്നില്ല. യുദ്ധം അവസാനിച്ചതോടുകൂടി സംഘർഷം താൽക്കാലികത്തേക്കാണെങ്കിലും അവസാനിച്ചതോടുകൂടി അയത്തുള്ള ഖമേനിയുടെ ഖബറടക്കം നടത്താൻ ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നടക്കം അന്താരാഷ്ട്ര പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതേസമയം ഈ സംസ്കാര ചടങ്ങുകൾക്കെതിരെ പരിഹാസവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. അവിടെയുള്ള കണ്ണുനീർ കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണെന്നും എല്ലാവരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ടെന്നും വേണമെങ്കിൽ ഈ ഖമേനി കുടുംബത്തെ മുഴുവനായി വകവരുത്താൻ ബോംബിങ്ങിലൂടെ സാധിക്കുമെന്നുമൊക്കെയാണ് അമേരിക്ക പറഞ്ഞത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിലാണ്, ശരിയാണ്. പക്ഷേ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിന് ശേഷം ഇവിടെ വന്ന് പ്രകോപനപരമായി സംസാരിക്കുന്നത് തീർത്തും അനുചിതമായ ഒരു കാര്യമാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അത് കൃത്യമായി തന്നെ ആ മര്യാദകളെല്ലാം ലംഘിക്കുകയാണ്. അതായത് അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം എന്നൊരു ഭീഷണിയാണ് ഇറാനെതിരെ നടത്തിയത്. പക്ഷെ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഇറാനെ ഈ സമാധാന ഉടമ്പടി നിലനിൽക്കുന്ന സമയത്ത് ആക്രമിക്കില്ല എന്ന നിലപാടുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും വരുന്നത് കണ്ടു. എന്തായാലും അയത്തുള്ള ഖമേനിയുടെ ഖബറടക്കത്തിൽ അയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ മകനും ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമേനി പങ്കെടുത്താൽ അവിടെ ആക്രമണ സാധ്യത കൂടുതലുണ്ട് എന്ന് ഇറാന് നന്നായി അറിയാം. അമേരിക്ക ആക്രമിച്ചില്ലെങ്കിലും ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുജ്തബ ഖമേനി ഈ ആൾവെട്ടത്ത് വരില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും മുജ്തബ ഖമേനിയുടെ ഒളിയിടം തേടി ഇറാനിലുടനീളം മൊസാദ് ഇങ്ങനെ അരിച്ചു പറക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് മുജ്തബയെ എങ്ങനെയും പിടികൂടി അടങ്ങൂ എന്ന ഒരു വാശിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒളിത്താവളം കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലാണ് മൊസാദ്. അമേരിക്കയുമായി ചർച്ച വിജയകരമായി അവസാനിക്കുന്നതിന് മുമ്പ് ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇസ്രായേലിന് ലഭിച്ചാൽ തീർച്ചയായും അവർ വധിക്കുമെന്നുറപ്പാണ്.
അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഇപ്പോഴും മുജ്തബ ഖമൈനി കഴിയുന്നത്. മുജ്തബ ഖമൈനിയുമായി ആർക്കും ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. ഭരണകൂടത്തിൽ വരെ ചാരന്മാരുണ്ടാകുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും മുജ്തബ ഖമൈനിയെ അനുഗമിക്കുന്ന ആരും ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കാറില്ല. പല ദൂതന്മാരായി പല ഒക്കെയാണ് മുജ്തബ ഖമൈനി സർക്കാരുമായി പോലും സംവദിക്കുന്നത്. അതുകൊണ്ടാണ് സമാധാന കരാറുമായി ബന്ധപ്പെട്ട ആശയവിനിമയം വളരെയധികം വൈകുന്നത് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആയത്തുള്ള ഖമൈനിയുടെ മകൻ മുജ്തബ ഖമൈനി ഇപ്പോൾ ദുരൂഹ കേന്ദ്രത്തിൽ തന്നെ തുടരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതായത് മുജ്തബ ഖമൈനി എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അമേരിക്കയും ഇസ്രായേലും അവിടെ പറന്നെത്തും എന്നുറപ്പാണ്. മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണ ഉദ്ദേശം എന്തായിരുന്നു? ഇറാൻ്റെ ആണവായുധങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു. ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. രണ്ടും നടന്നില്ല. അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ മുജ്തബ ഖമൈനിയാണ് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. IRGC ഇത്രയധികം പിടിച്ചു നിൽക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി ആക്രമണം നടത്തി IRGC ഇങ്ങനെ അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കുന്നുവെങ്കിൽ അതിൻ്റെ തലച്ചോറ് ഈ പറയുന്ന മുജ്തബ ഖമൈനി തന്നെയാണ്. അതുകൊണ്ട് മുജ്തബ ഖമൈനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ അമേരിക്ക അപ്പം തീർത്തു കളയും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നിലപാട് മാറ്റാതെ അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ അതീവ രഹസ്യമായി മുജ്തബ ഖമൈനിയെ പാർപ്പിച്ചിരിക്കുന്നതും. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.